ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ചപ്പാത്തി സോഫ്റ്റായി കിട്ടാനായിട്ട് പല രീതികൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്ന്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും ഒക്കെ ആയിരിക്കും അല്ലേ? അതുപോലത്തെ ചപ്പാത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് മാവ് ശ്രദ്ധിക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഗോതമ്പ് മാവ് എടുക്കണം കേട്ടോ. എല്ലാ ഗോതമ്പ് മാവും വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്നത് പിൽസ്ബറിയുടെ ഗോതമ്പ് മാവാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പൊടിയിലോട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. ചിലർ വെള്ളത്തിലായിരിക്കും ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ പൊടിയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്, എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ എണ്ണ ഒഴിവാക്കാം. പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ള ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ എന്തായാലും ചേർക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ ഗസ്റ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ചേർക്കും. 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടിരിക്കും. എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. എണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. വെള്ളത്തിന് നല്ല ചൂട് കൂടിപ്പോവാൻ പാടില്ല. എന്നാലും ഗോതമ്പ് മാവിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് വെന്ത് പോവും. അപ്പോൾ ആ ഗോതമ്പ് മാവിൻ്റെ ടേസ്റ്റും അങ്ങ് മാറും. ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം മാവിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കയ്യിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്ക് ആ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം അറിയാൻ വേണ്ടിയിട്ട് ഒരു വിരലും കൊണ്ടൊന്ന് കുത്തി നോക്കുക. കണ്ടോ സോഫ്റ്റായിട്ട് താന്നു പോകുന്നത്. ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. 20 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ മോൾ ഭാഗം ഒന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നേരത്തെക്കാളും എളുപ്പത്തിൽ താഴ്ന്നു പോകുന്നത് വിരൽ. കണ്ടോ നേരത്തെക്കാളും സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. വലിയ ചപ്പാത്തിയാണ് വേണ്ടെങ്കിൽ മാവ് കുറച്ച് വലുതായിട്ട് ഉരുട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് മീഡിയം സൈസായിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിൽ എണ്ണയൊന്നും തടവണ്ട, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതാ മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് കുറച്ച് ഗോതമ്പ് മാവിൽ മുക്കിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, മാവ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പരത്തിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ചപ്പാത്തി എല്ലാ ഭാഗവും ഒരേ കനത്തിലിരുന്നാൽ മാത്രമേ നല്ല ബലൂണ് പോലെ ആയി വരുള്ളൂ കേട്ടോ. നമ്മൾ ചിലപ്പോൾ പരത്തുമ്പോഴൊന്നും എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടില്ല. അപ്പം നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ ഇപ്പോൾ ബലൂണ് പോലെ പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തി നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. പരത്തുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് മുകളിലോട്ട് പരത്തിയെടുത്താൽ ഏകദേശം എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുത്തതിന് ശേഷം അധികമുള്ള മാവൊക്കെ ഇങ്ങനെ തട്ടിക്കളയുക, അല്ലെങ്കിൽ ചപ്പാത്തി നല്ല ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് തവ ചൂടാക്കി എടുക്കുക. തീ മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. തവ നല്ല ചൂടായിട്ട് വരണം. തവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല, അല്ലാതെയാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മാവിൽ തന്നെ ചേർത്തുകൊണ്ട് പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുമിളകൾ പൊങ്ങി വരും. ആ സമയത്ത് ഒന്നും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതാ ഇതുപോലെ ബലൂണ് പോലെ ആയി വരും. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താഴെ ചെറുതായിട്ട് ബ്രൗൺ നിറമായി വരണം. നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതിൽ കിടക്കുന്ന മാവൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ കിടക്കുന്ന മാവ് അതിൽ കരിഞ്ഞൊട്ടി പിടിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. ഇതുപോലെ തന്നെ വൈകിട്ടായാലും തണുത്തു പോയാലും ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.